നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്ന ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് യുഎസിന്റെ മുൻ ഉദ്യോഗസ്ഥൻ, അതായത് പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിൻ. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത പാകിസ്ഥാനെ അങ്ങ് തീർത്തേക്കണം, അതാണ് ഇന്ത്യ ചെയ്യേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം പാക്കിന് ഇന്ത്യ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ തകർത്തെറിഞ്ഞത് മിനിറ്റുകൾക്കുള്ളിലാണ്. അതുതന്നെയാണ് പാക്കിനെ ഇന്ത്യ നിലം പരിശാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത്. ഇതെല്ലാം ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞു. ആക്രമണത്തിന് പുറമെ ജമ്മു കാശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ മേഖലയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്ന് ഇതിനും സൈന്യം കനത്ത മറുപടിയാണ് നൽകിയത്. പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാതരം നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ജമ്മുവിൽ പുലർച്ചെയുണ്ടായ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തെയും ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു. പൂഞ്ചിലും രജൌരിയിലും അടക്കം നിയന്ത്രണ രേഖയിൽ ഉടനീളം പുലർച്ചെയും കനത്ത ഷെല്ലിംഗ് നടന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഉറിയിൽ നിരവധി വീടുകൾ തകർന്നു. ഉറിയിലും പൂഞ്ചിലുമായി 2 പേരാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇനി എത്ര കിട്ടിയാലും പോരാ എന്നാണ് പാക്കിന്റെ നിലപാടെങ്കിൽ വീണ്ടും ഇന്ത്യക്ക് നേരെ എത്തിയിട്ടുണ്ട് പാക്കിലെ മണ്ടന്മാർ. വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫാണ് അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഇന്ത്യക്കെതിരായ വീണ്ടും വെല്ലുവിളിയുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തിരിച്ചടിയിൽ അടിപതറിയാണ് പാക് പ്രധാനമന്ത്രി ഓടി നേരെ ബംഗറിലേക്ക് ഒളിച്ചത്. പാകിസ്ഥാനിലെ ഉയർന്ന പട്ടാളക്കാരെ ഒന്നും തന്നെ ഒരു പൊടി പോലും കാണാനില്ല. ഇന്നലെയൊക്കെ തന്നെ ഒരുപാട് സ്വകാര്യ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തി ഇവരെയൊക്കെ കൊണ്ടുപോകാൻ, വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് പാകിസ്ഥാൻ എന്നും കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് പാക്കിന്റെ ഇത്തരം നടപടിയെ ഇന്ത്യ വച്ചു പൊറുപ്പിക്കില്ല. പാകിസ്ഥാൻ ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള നിരവധി ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണ്. ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ മാത്രമല്ല, ബംഗ്ലാദേശിലും സമാന സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഇന്ത്യ ചെയ്യേണ്ടത് പാകിസ്ഥാന്റെ കഴുത്ത് മുറിക്കുകയാണ് വേണ്ടതെന്നാണ് മൈക്കൽ പറയുന്നത്. ഹൈന്ദവരും മുസ്ലിമുകളും രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ പരാമർശത്തെക്കുറിച്ചും മൈക്കൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിമും ഹൈന്ദവരും ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമൂഹത്തെ അവർ തന്ത്രപരമായി രാജ്യത്തിനു നിന്നും പുറത്താക്കി. അഴിമതി, സമ്പദ് വ്യവസ്ഥ, സമൂഹം, നേതൃത്വം എന്നീ മേഖലകളുടെ പുരോഗതിയിൽ പാകിസ്ഥാൻ പൂർണ്ണ പരാജയമാണ്. സർക്കാരിന്റെ പരാജയങ്ങൾ കാരണം അവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് തോക്കു ചൂണ്ടിടുന്നത്. പരാജയപ്പെട്ട ഒരു രാജ്യത്തിന്റെ തന്ത്രമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ഈ വരുന്ന മെയ് 11 മുതൽ തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ദപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത്. എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത്. ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.